കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമം ഈ അനുഗ്രഹീതമായ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. प्रभु यीशु मसीह के नाम से इधर इकट्ठे हुए आप सभी को मेरा प्यार भरा हुआ जय मसीह की। ഏറ്റവും മനോഹരമായ ഈ രാത്രിയും സന്തോഷകരമായി നിങ്ങളുടെ നടുവിലായിരിക്കാൻ കഴിയുന്നതിൽ ഏറെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. इस अच्छे सुंदर रात में आप लोगों के बीच में भी इकट्ठे होने के लिए खुदा ने हमें भी अवसर दिया है। നമ്മുടെ കർത്താവ് രാജാതി രാജാവാകയാൽ രാജകീയമായ ക്രമീകരണങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. हमारा परमेश्वर राजाओं का राजा है, इसलिए राजा की जिस तरह तैयारी करते हैं इस बंदगी में, इस इबादत में उसी तरह तैयारी किया हुआ है। ഈ മനോഹരമായ മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്ന അതിന് നേതൃത്വം കൊടുത്ത പാസ്റ്റർ വില്യം ഫാമിലിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. आज की इस इबादत की पूरी अगुवाई किया हुआ पास्टर विलियम और उनके परिवार के लिए हमारा दिल भरा हुआ जय मसीह की। ഇന്റർനാഷണൽ സാൻ അസംബ്ലിയുടെ പഞ്ചാബ് സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിരിക്കുന്ന പാസ്റ്റർ പ്രഗട് ജി, हमारे इंटरनेशनल सियोन असेंबली के स्टेट कोऑर्डिनेटर पास्टर प्रगट जी ने, ഗുരുദാസ്പൂർ പാസ്റ്റേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പോൾ പുഴിവാൾ, गुरदासपुर पास्टर्स एसोसिएशन की प्रेसिडेंट ने पास्टर पॉल पुरेवाल, അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ, ദൈവമക്കൾ, और अनुग्रहीत पाया हुआ परमेश्वर के दास लोग और तमाम विश्वासी भाई बहन लोग, നിങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ സാമുവൽ സോണി, आप सभी की बड़े प्यार से भरा हुआ, आप सभी की अपना है खास परमेश्वर के दास पास्टर सामुएल सोनी ने, അദ്ദേഹത്തോട് ഒരുമിച്ച് കേരളത്തിൽ നിന്ന് ഞങ്ങൾക്ക് സമയം ചിലവഴിക്കാൻ കഴിയുന്നത് വലിയ പ്രിവിലേജായി ഞാൻ കാണുകയാണ്. उनके साथ भी केरला से आया हुआ हम टीम सभी उनके साथ भी बैठने में हम भी बड़ा खुश है। നമ്മുടെ രാജ്യം വിവിധ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുകയാണ്. हमारी राज्य भी कई प्रकार की समस्या से गुजर रही है। മറ്റേത് കാലഘട്ടത്തെക്കാളും മിഷൻ പ്രവർത്തനങ്ങളും ക്രൈസ്തവ പ്രവർത്തനങ്ങളും വളരെ വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കാലഘട്ടം. बाकी अलग अलग समय से बढ़कर इन समयों में जो मसीह भाईचारों के लिए काफी दुख की परेशानी की समय है। ഇന്ത്യയിലെ ഒരു പൗരൻ എന്ന നിലവാരത്തിൽ എന്റെ ഹൃദയത്തിലെ ഒരു ആഗ്രഹം ഞാൻ പറയട്ടെ. इंडिया की एक सिटीजन के रूप में मैं अपने दिल की बातें आपके सामने साझा करना चाहता हूँ। വിശുദ്ധ ബൈബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ जब हम पवित्र बाइबल को पढ़ के देखते हैं, ജോസഫ്, നെഹമ്യാവ്, എസ്തേർ ഇവരുടെയൊക്കെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ जब यूसुफ, नेगेमिया, एस्तर के इतिहास को हम पढ़ के देखने के समय, ഇവരൊക്കെ ആ കാലഘട്ടത്തിലെ രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളുമായി ചേർന്ന് നിന്നത് वो सभी लोग राजनीतिक रीति में उसी समय काम करने वाले थे। ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾക്ക് അവർ വലിയ സപ്പോർട്ടീവായി തീർന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. हम सभी देख सकते हैं परमेश्वर के बड़े बड़े कामों के लिए उन्होंने अपने कंधे लगाया है। ഇന്ത്യൻ പാർലമെന്റിലും ക്രൈസ്തവ സഭകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ശക്തന്മാരായ ആൾക്കാരുണ്ടാകട്ടെ. इंडियन पार्लियामेंट में भी मसीह लोगों के लिए बात करने वाला, ऐसे भाईचारे लोगों को खड़ा करने के लिए परमेश्वर मदद करे। സത്യവേദ പുസ്തകത്തെ ഉയർത്തിപ്പിടിക്കുന്ന सच्चा परमेश्वर के वचन को उठाने वाला, യേശു ക്രിസ്തു ദൈവമെന്ന് ഏറ്റുപറയുന്ന, प्रभु यीशु मसीह ही परमेश्वर है करके बोलने वाला, ഏത് പ്രതിസന്ധികളെയും പ്രാർത്ഥനയോടെ നേരിടുന്ന, कोई भी मुसीबत और परेशानियों को प्रार्थना के साथ सामना करने वाला ശക്തന്മാരായ വ്യക്തികൾ ഇന്ത്യയുടെ പാർലമെന്റിനകത്തുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. शक्तिशाली लोग इंडियन पार्लियामेंट के अंदर होवे करके हम भी दुआ मांगते हैं। സാമുവൽ സോണി അവർ എടുത്തിരിക്കുന്ന തീരുമാനം, നിങ്ങളുടെ ആ പ്രതിനിധിയായിട്ട് അദ്ദേഹം പ്രവർത്തിക്കാൻ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ ഞങ്ങൾ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. पास्टर सामुएल सोनी, आप लोगों के लिए लड़ने के लिए, जो चुनाव के लड़ने के लिए जो उन्होंने निर्णय लिया है, उसके लिए हम भी उसको सपोर्ट कर रहे हैं। കേരളത്തിൽ നിന്നുള്ള ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. केरला से हम सभी की प्रार्थना आपके साथ रहेंगे। എല്ലാ പാസ്റ്റർമാരുടെയും ദൈവമക്കളുടെയും സപ്പോർട്ട് അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. इधर जितने भी पास्टर लोग बैठे हैं, जितने विश्वासी भाई बहन बैठे हैं, आप सभी की सपोर्ट मैं भी अपना तरफ से मांगता കരങ്ങൾ हूं। ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. सभी हाथों को उठा के एक बार हालेलुया बोलिए। എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ചാട്ടെ. सारे अपने हाथों को उठा के रख ഇന്ന് लीजिए। രാത്രി നമ്മുടെ കർത്താവ് ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. आज रात को प्रभु यीशु मसीह हमारे बीच में खड़े हैं। തുറക്കപ്പെട്ട സ്വർഗം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. आज स्वर्ग हमारे सामने खुला हुआ है। ആയിരം ആയിരം ദൈവത്തിന്റെ ദൂതന്മാർ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. हजार हजार स्वर्ग की फरिश्ते हमारे बीच में मंडलाते पे। ഈ രാത്രി നമ്മളൊരു എന്റർടൈൻമെന്റിന് വേണ്ടി വന്നവരല്ല. आज हम एक मनोरंजन के लिए आया नहीं है, നമ്മൾ വെറും കാഴ്ചക്കാരായി നമ്മൾ ഇവിടെ വന്നവരല്ല. हम सिर्फ देखने के लिए ही पर इकट्ठे नहीं हुए हैं। ആരാധനയ്ക്ക് യോഗ്യനായ യേശു കർത്താവിനെ आराधना की योग्य प्रभु यीशु मसीह को ഇന്ന് രാത്രി ശക്തിയോടെ പുഴുബലത്തോടെ ആരാധിക്കാൻ വേണ്ടിയാണ് നമ്മൾ आज വന്നിരിക്കുന്നത്. हम उसी परमेश्वर के संपूर्ण मन से, दिल से आराधना करने के लिए इसी जगह എത്ര पे പേർക്ക് ഇന്ന് രാത്രി നല്ല മനസ്സോടെ ദൈവത്തിന് സ്തോത്രവും സ്തുതികളും ആരാധനയും അർപ്പിക്കുവാൻ കഴിയും. आज कितने लोग सच्चे दिल से वफादारी के साथ अपनी मुंह को कर അവർ धन्यवाद ഇന്ന് के രാത്രി शब्द कह അധരങ്ങളെ सकते हैं। തുറന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. वो लोग अपनी आवाज
दरवाजों को उठाते हुए अपने ओठों को खोलते हुए परमेश्वर को धन्यवाद करिए। ആ കരങ്ങളെ ചേർത്തടിച്ച് അല്പ നിമിഷങ്ങൾ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ सभी ആരാധിക്കാം. थोड़ी देर ताली बजा के हम खुदा की धन्यवाद करिए। We praise the Lord. ഞങ്ങളുടെ പ്രിയ കർത്താവേ, हमारे प्रिय परमेश्वर, അങ്ങ് ആഗ്രഹിക്കുന്ന നിലയിലും നിലവാരത്തിലും आज जिस प्रकार चाहते हैं उसी प्रकार ഞങ്ങളുടെ ജീവിതത്തെ ഒരിക്കൽ കൂടി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. हमारे जीवन को, हमारे जिंदगी को एक और बार हम समर्पण कर रहे हैं। ആദിയിൽ വെള്ളത്തിന്മേൽ പരിവർത്തിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, शुरुआत के समय पर पानी के ऊपर मंडला रहा था पवित्र आत्मा। സമാഗമന കൂടാരത്തിലും ശലോമോന്റെ ആലയത്തിലും അങ്ങയുടെ ആത്മാവ് ഇറങ്ങി വന്നതുപോലെ परमेश्वर के संदूक के ऊपर सुलेमान के मंदिर के अंदर उतरा हुआ परमेश्वर की आत्मा की सामर्थ्य ഈ രാത്രി കാദേശ് മരുഭൂമിയെ നടുക്കുന്ന മാൻപേടകളെ പ്രസവിപ്പിക്കുമാറാക്കുന്ന ദൈവത്തിന്റെ ശബ്ദം आज रात को कादेश रेगिस्तान को खिलाने वाला परमेश्वर की आवाज इसी जगह को पूरा हिलाने के लिए जा रही है। ഇന്ന് രാത്രി സൗഖ്യമായി വിടുതലായി ഞങ്ങളുടെ നടുവിൽ വെളിപ്പെട്ടു വരട്ടെ. आज रात को चंगाई के रूप में एक बड़ा चमत्कार के रूप में हमारे बीच में प्रकट होने ഇന്ന് पाए। രാത്രി ഞങ്ങളുടെ നടുവിൽ ഉള്ളത് ഞങ്ങൾ വിശ്വാസത്താൽ കാണുകയാണ്. आज 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 आप हमारे बीच में उपस्थित हैं, हम अपने विश्वास की आंखों के द्वारा देख रहे അങ്ങ് हैं। ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവേ. आप हमसे बातें कर दीजिए। ഇന്ന് രാത്രി ഈ ജനത്തോട് മനസ്സറിയണമേ. आज रात को इन लोगों से मेरे खुदा तरस खाइए। ഈ ജനത്തെ അങ്ങ് തുടരണമേ കർത്താവേ. इन लोगों को मेरे खुदा छू लीजिए। പ്രാർത്ഥനകളുടെ മറുപടികൾ ഇന്ന് രാത്രി സംഭവിക്കട്ടെ. इनकी प्रार्थनाओं की, इनकी दुआओं की उत्तर मेरे खुदा दे दीजिए। ആകാംക്ഷയോടെ ഞങ്ങൾ ഇന്ന് രാത്രി ഞങ്ങളുടെ വചനവുമായി എടുത്തു വരികയാണ്. आज हम बड़े उम्मीद के साथ खुदा की हजूरी में आ रहे हैं। യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. प्रभु यीशु मसीह के नाम से ആമേൻ. ഹല്ലേലൂയ ബോലോ ഹല്ലേലൂയ. हालेलुया। ഇന്ന് രാത്രി ചെറിയൊരു സന്ദേശം നിങ്ങളോട് പങ്കിട്ട് വേഗത്തിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. आज मैं आपके सामने एक छोटा सा संदेश रख के प्रार्थना करना चाहता हूँ। വിശുദ്ധ തിരുവെഴുത്തിൽ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. पवित्र बाइबल में कोलोसियों की पत्री 3 अध्याय उसके 15 वचन। ആ തിരുവചനത്തിൽ നിന്നാണ് ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കുവാൻ उसी ആഗ്രഹിക്കുന്നത്. वचन से मैं आपके बीच में आज बात करना चाहता हूँ। പഠിയേ. मसीह की शांति जिसके लिए तुम हर एक देग होकर बुलाया भी गए। യേശു ക്രിസ്തുവിലുള്ള സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ. और तुम्हारी हृदय में राज करे और तुम धन्यवादी बने रहो। പ്രിയ സഹോദരങ്ങളെ, ഇന്ന് രാത്രി ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു ദൂതാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. आज रात को एक बड़े खास संदेश हम मिलकर इकट्ठे सुनने के लिए जा रहे हैं। നമ്മുടെ രാജ്യം അതിശക്തമായ പുരോഗതികൾ കൈവരിച്ച ഒരു കാലഘട്ടം. हमारी राज्य एक आगे बढ़ने के समय पर हम खड़े हैं। ആധുനിക ശാസ്ത്രം ശക്തമായി വളർന്നു. विज्ञानी लोग काफी आगे बढ़ गए हैं। ആകാശത്തിന്റെ അനന്തതകളിൽ ചെല്ലുവാനും ये आकाश में जो भी तारेगण की बातें बताने के लिए, സമുദ്രത്തിന്റെ ഉള്ളറയിൽ ചെല്ലുവാനും ये समुद्र की गहराई में जाने के लिए മനുഷ്യൻ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കഴിഞ്ഞു. मनुष्य काफी लोगों को आज वैज्ञानिक रूप में देखता है। ശാസ്ത്രീയമായി സാമ്പത്തികമായി വലിയ വളർച്ച നമ്മുടെ രാജ്യം കൈവരിച്ചു. हमारे राज्य में वैज्ञानिक रीत में, आर्थिक रीत में काफी आगे बढ़ गई है। ലോകം ശക്തമായ വളർച്ച കൈവരിച്ചു. दुनिया काफी आगे बढ़ गई है। ഇതെല്ലാം മനുഷ്യൻ നേടിയെങ്കിലും ഒരു ശൂന്യതാ ബോധത്തിൽ കൂടിയാണ് മനുഷ്യൻ ये ജീവിക്കുന്നത്. सारा कुछ मनुष्य इकट्ठे करने के बाद भी उनकी दिल की गहराई में कहीं ना कहीं शून्यता है। ലോകത്തിലെ എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ് സമാധാനമുള്ള ഒരു ജീവിതം. इस दुनिया की हर एक व्यक्ति चाहता है मैं एक शांतिपूर्ण एक जिंदगी में रहना ഈ है। ലോകത്തിലെ ഒരു സംവിധാനങ്ങളും इस दुनिया की कोई भी सिस्टम, ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും इधर की कोई भी राजनीतिक दल है, നിങ്ങൾ എന്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാമെന്ന് പറഞ്ഞില്ല. कोई भी ये नहीं बोला है अब मेरे पास आ जाओ मैं आपको शांति दे दूंगा। ഇന്നു രാത്രി ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന് മാത്രമേ आज रात को जिसके बारे में प्रचार कर रहा हूँ, जो बाइबल में उठा के कर रहा हूँ, सिर्फ प्रभु यीशु मसीह के द्वारा। ലോകത്തിലെ മനുഷ്യനോട് ശക്തമായി വിളിച്ചു പറയുവാൻ കഴിഞ്ഞുള്ളൂ. दुनिया के मनुष्य को चिल्ला चिल्ला के कह सकते हैं നിങ്ങൾ എന്റെ അടുക്കൽ വരുവേ. आप मेरे पास आ जाओ। ലോകം തരാത്ത जो दुनिया कभी दे नहीं സകല सकती, ബുദ്ധിയെ കവിയുന്ന सारे बुद्धि से बढ़कर സമാധാനം ഞങ്ങൾ നിങ്ങൾക്ക് തരാം. मैं आपको शांति देने वाला है। കർത്താവായ യേശു ക്രിസ്തു ഇന്നേക്ക് 2023 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജനിച്ചത് തന്നെ आज से कम 2023 साल पहले प्रभु यीशु मसीह इसलिए इस धरती पर जन्म लिया, സകല ജനത്തിനും സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. सारे लोगों को शांति देने के लिए। ഈ ലോകത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന ചില ഘടകങ്ങളുണ്ട്. इस दुनिया में शांति नष्ट होने वाला कुछ जगह है। ഏറ്റവും പ്രധാന അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് एक खास
बात यही है ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ जो परमेश्वर से बनाया गया मनुष्य ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് പാപം ചെയ്തപ്പോ जब परमेश्वर की आज्ञाओं को तोड़कर जब उसने पाप किया है ദൈവിക ബന്ധത്തിൽ നിന്ന് അകന്നുപോയപ്പോ परमेश्वर के रिश्ता से जब अलग हो गया പാപത്തിന്റെ ഫലമായി ये पाप के कारण മനുഷ്യനിൽ അസമാധാനം വരുവാനിടയായി. मनुष्य के जीवन में अशांति आ गई है। എന്നാൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച लेकिन जब प्रभु यीशु मसीह इस धरती पर जन्म लिया ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ, जो व्यक्ति परमेश्वर से अलग हो गया है നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ जो नष्ट हो गया मनुष्य को ദൈവത്തിലേക്ക് വീണ്ടും അടുപ്പിച്ച परमेश्वर की ओर नजदीक ले आने के लिए യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം കൊണ്ട്, प्रभु यीशु मसीह की कालवरी क्रूस के द्वारा യേശുക്രിസ്തു കാൽവരിയിൽ ചൊരിഞ്ഞ രക്തത്താൽ प्रभु यीशु मसीह कालवरी सूली पर जो लघु बगाया है മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ സമാധാനത്തെ മടക്കി जो തരുവാനിടയായി. मनुष्य खोया गया शांति उसके जीवन में दोबारा वापस आ ഇന്ന് गई। രാത്രി എന്തുകൊണ്ട് നമുക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നു? आज रात को किस रीति से हम खुशी मना सकते हैं? ഒരുപക്ഷെ നിങ്ങളുടെ ശരീരത്തിൽ രോഗമുണ്ടായിരിക്കാം, शायद आपके शरीर में कई प्रकार की बीमारियां होंगे, സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, कई आर्थिक समस्या होंगे, ലോകത്തിൽ ആരും അറിയാത്ത ഒരുപാട് പ്രോബ്ലങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. दुनिया में कोई भी नहीं जानने वाला कई समस्याओं का हम सामना कर रहे हैं। പക്ഷെ ഇന്ന് രാത്രി ആ പ്രതിസന്ധികളുടെ മുകളിൽ നമ്മുടെ മേൽ പകരപ്പെട്ട ഒരു ദൈവിക സമാധാനമുണ്ട്. लेकिन आज उन समस्याओं के ऊपर हमारे ऊपर दिया गया परमेश्वर की शांति है। യേശു ക്രിസ്തുവിൽ കൂടിയ സമാധാനം അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ प्रभु സ്തുതിക്കുകയാണ്. यीशु मसीह के द्वारा वो शांति को अनुभव करने वालों के लिए धन्यवाद हो। മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെടുന്ന മറ്റൊരു മേഖലയാണ് ये मनुष्य की शांति नष्ट होने वाला दूसरी जगह है, തകർന്നു പോകുന്ന കുടുംബ ബന്ധങ്ങൾ. ये टूटने वाला परिवार की जिंदगी। ഏറ്റവും പവിത്രമായി സൂക്ഷിക്കപ്പെടേണ്ട, ये बड़े पवित्रताई के साथ संभालने वाला, വലിയ പ്രതീക്ഷകളോടും സ്വപ്നങ്ങളോടും ആരംഭിക്കുന്ന बड़े उम्मीद के साथ स्वप्न के साथ शुरू होने वाला കുടുംബ ബന്ധങ്ങൾ, കുടുംബ ജീവിതം തകരുമ്പോൾ, परिवार की जिंदगी जब टूट जाते हैं, ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിന് ഉലച്ചിൽ വരുമ്പോൾ, जब पति पत्नी के रिश्ते में जब कई प्रकार की समस्या आ जाती है, വലിയ പ്രതീക്ഷയോടെ വളർത്തുന്ന മക്കൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകുമ്പോൾ, जब बड़े उम्मीद के साथ बढ़ाने वाला बच्चे आपकी बात जब नहीं मानते हैं, മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെടുന്നു. मनुष्य की शांति नष्ट हो जाती है। നമ്മൾ സമകാലിക ലോകത്തിലെ പത്രവാർത്തകൾ പരിശോധിക്കുമ്പോൾ आज की अखबार को जब हम रोज पढ़ के देखने के समय നീണ്ട ആത്മഹത്യയുടെ പരമ്പരകൾ നമുക്ക് കാണാം. हम रोज अखबार में देख सकते हैं बड़े झुंड के लोग खुदकुशी कर रहे हैं। കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയും സമാധാനവുമില്ലായ്മയുമാണ് परिवार के रिश्ता टूटने के कारण, शांति नहीं होने के कारण അനവധി ആത്മഹത്യകളിലേക്ക് വ്യക്തികളെ നയിക്കുന്നത്. कई प्रकार की खुदकुशियों के लिए लोगों का अगुवाई कर रहे ഇന്ന് हैं। രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, आज रात को मेरी आवाज सुनने वाला प्रिय भाइयों और बहनों, എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ. मेरी जिंदगी क्यों इस तरह हो गई? എന്റെ ജീവിതത്തെ കുറിച്ച് എനിക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. मेरी जिंदगी के बारे में बड़े बड़े स्वप्न था, വലിയ പ്രതീക്ഷകളോട് കൂടിയാണ് എന്റെ ജീവിതം ഞാൻ मैं ആരംഭിച്ചത്. बड़े उम्मीद के साथ मेरी जिंदगी को शुरुआत की, പക്ഷെ ഇപ്പോൾ ആകെ തകർന്നിരിക്കുകയാണ്. लेकिन अभी पूरी तरह टूटा हुआ എന്റെ है। കരച്ചിൽ കാണുവാൻ ആരുമില്ല, मेरी आंसुओं को देखने के लिए कोई എന്റെ नहीं है, സങ്കടം കേൾക്കുവാൻ ആരുമില്ല. मेरी समस्या को सुनने के लिए कोई नहीं है। എത്ര നാളിങ്ങനെ ഞാൻ മുന്നോട്ട് പോകേണ്ടി मैं വരും? कितने दिन ऐसे आगे जाते रहूंगा? ഉണ്ടാക്കി വെക്കുന്ന ഈ ആഹാരം സ്വസ്ഥമായി കഴിക്കാൻ जो പറ്റുന്നില്ല, बनाए गया खाना सही तरह खा नहीं पा रहे हैं, സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നില്ല. मैं शांति से सो भी नहीं पा रहा हूँ, മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിച്ചു കാണിക്കുന്നുണ്ടെങ്കിലും मैं बाकी लोगों के सामने नकली हंसी दिखा रहा हूँ। നിങ്ങളുടെ ഹൃദയം തകർന്നിരിക്കുന്ന വ്യക്തിയാണോ? आपका दिल पूरी तरह टूटा हुआ है। ഇന്ന് രാത്രി യേശു ഇവിടെ വന്നിട്ടുണ്ട്. आज रात को प्रभु यीशु मसीह के पर मौजूद है। ഇന്ന് രാത്രി യേശു നിങ്ങളുടെ അടുക്കൽ നിൽപ്പുണ്ട്. आज रात को प्रभु यीशु मसीह आपके नजदीक खड़े हैं। ഹൃദയം നുറുങ്ങിയവരെ രക്ഷിക്കുന്ന, जो दिल टूटा हुआ व्यक्ति को शांति देने वाला, മനസ്സ് തകർന്നവരെ വിടുവിക്കുന്ന जो मन से तकलीफ उठाने वालों को ये- उठाने वाला परमेश्वर। യേശു ഇന്ന് രാത്രി നിങ്ങളുടെ അടുക്കൽ നിന്നിട്ട് പറയുകയാണ്, आज रात को प्रभु यीशु मसीह आपके नेड़े खड़े होकर यही कह रहा है, നിന്റെ തകർന്നിരിക്കുന്ന ജീവിതത്തെ പണിയുവാൻ യേശുവിന് കഴിയും. आपके टूटा हुआ जिंदगी को बनाने के लिए यीशु मसीह काफी है। ആമേൻ. മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെടുന്ന മറ്റൊരു മേഖലയാണ് मनुष्य की शांति नष्ट होने वाला अगला जगह है। നമ്മുടെ യൗവനക്കാരെ കുറിച്ച് വലിയ പ്രതീക്ഷകൾ നമുക്കുണ്ട്. हम अपनी जवानों के बारे में बड़ी उम्मीद रखते हैं। ആമേ. ലോക ജനസംഖ്യയിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്താണ്. ये लोगों की गिनती में इंडिया सबसे आगे है। ലോകത്തിലെ എല്ലാ മാധ്യമങ്ങളും കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് കൊടുക്കുവാനിടയായി. पिछले दिनों में हर एक मीडिया माध्यम ऐसे एक रिपोर्ट बाहर लेके आई। ഇന്ത്യയുടെ ജനസംഖ്യയെയും हमारे इंडिया की जनसंख्या, ഇവിടുത്തെ യുവതി യുവാക്കന്മാരെയും കുറിച്ചുള്ള വാർത്തകളാണ്. इधर की जवान और जवानी बेटियों के बारे में, ഇന്ത്യയുടെ വളർച്ചയുടെ പ്രതീക്ഷകളെ കുറിച്ച് इंडिया की बढ़ोतरी की
സംസാരിക്കുന്നു. इधर के सारे सोशल मीडिया उसकी बात कर रहे हैं. ആധുനിക ശാസ്ത്രീയ വളർച്ച നമ്മുടെ യുവതലമുറ നേടിക്കൊണ്ടിരിക്കുന്നു. हमारे विज्ञानी में आर्थिक रीति में जवान लोग आगे बढ़ रहे हैं. ഇന്ത്യയിൽ ശക്തന്മാരായ എഞ്ചിനീയേഴ്സ് ഉണ്ട്. हमारे इंडिया में बड़े बड़े अच्छे इंजीनियर्स हैं. ലോക പ്രസിദ്ധമായ ഡോക്ടേഴ്സ് ഉണ്ട്. जो दुनिया मानने वाला डॉक्टर्स भी हैं. ശക്തരായ സയന്റിസ്റ്റുമാരുണ്ട്. अच्छे विज्ञानी लोग भी हैं. ഞാൻ അമേരിക്കയിൽ വിസിറ്റ് ചെയ്തപ്പോൾ जब मैं अमेरिका में था, നാസയിൽ വിസിറ്റ് ചെയ്യുവാനിടയെ തുടർന്നു. मैं नासा में भी विजिट किया है. അവിടുത്തെ ശാസ്ത്രീയ നേട്ടങ്ങളുടെ പട്ടികയ്ക്കകത്ത് वहीं पर जो भी विज्ञानी लोगों की लिस्ट में ഇന്ത്യയിലെ പല ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ രേഖപ്പെടുത്തിയത് ഞാൻ मैंने വായിക്കാനിടയായി. देखा है इंडिया का भी कई विज्ञानी लोगों का नाम वहीं पर लिखा है. ഇങ്ങനെ റോക്കറ്റ് വേഗത്തിൽ നമ്മുടെ തലമുറ നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ തന്നെ रॉकेट की तेज में हमारी जवानें आगे बढ़ने के समय पर ഒരു ഭാഗത്ത് ഒരുപാട് സങ്കടപ്പെടുത്തുന്ന വാർത്തകളുണ്ട്. एक साइड पे बड़ा दुख की शब्द ये മദ്യത്തിന് മയക്കുമരുന്നിന് നമ്മുടെ തലമുറ അടിമയാകുന്നു. कई प्रकार के नशे में हमारी जवान लोग डूब रहे हैं. മാരകമായ മയക്കുമരുന്നുകൾ തലമുറ ഉപയോഗിക്കുന്നു. ये बड़े खतरनाक ये नशे हमारे जवान लोग ഇതിൽ നിന്നും മടക്കി നമ്മുടെ തലമുറയെ കൊണ്ടുവരുവാൻ, इनमें से हमारी जवान लोगों को वापस ले आने के लिए, ലക്ഷ്യബോധത്തിലേക്ക് എത്തിക്കുവാൻ अपनी टारगेट अपने मंच में ले आने के लिए കഴിയുന്ന ഒരേ ഒരു പുസ്തകം വിശുദ്ധ ബൈബിളാണ്. होने वाला एक ही पुस्तक है, ये बाइबल है. ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും, इधर कोई भी राष्ट्र दल आवे, ഇവിടെ എത്ര സംവിധാനങ്ങൾ ഉണ്ടായാലും इधर जितना मर्जी इंतजाम किए, മനുഷ്യനെ ശരിയായ വഴിയിലേക്ക് നയിക്കുവാൻ, मनुष्य को सही रास्ते में ले आने वाला, സമാധാനത്തിലേക്ക് നയിക്കുവാൻ शांति की ओर ले आने वाला സുവിശേഷത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. सुसमाचार से ही हो सकता യേശു ക്രിസ്തുവിന്റെ മാർഗത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. है. प्रभु यीशु मसीह ही कर सकता है. വിശുദ്ധ ബൈബിളിന് മാത്രമേ കഴിയത്തുള്ളൂ. सिर्फ पवित्र बाइबल से ही हो सकता है. ഇന്ന് രാത്രി ഇതുപോലെയുള്ള മീറ്റിംഗുകൾ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മീറ്റിംഗുകളാകട്ടെ. आज इस प्रकार की बंदगियां हमारी पीढ़ियों के लिए प्रार्थना करने वाला बंदगी होवे. ഇന്ന് രാത്രി ഞങ്ങൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. आज रात को हम भी दिल खोल कर प्रार्थना कर रहे हैं. മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെടുന്ന മറ്റൊരു മേഖല, ये मनुष्य की शांति नष्ट होने वाला अगली जगह है. എനിക്കാരുമില്ല, मेरे लिए कोई भी नहीं है, ഞാൻ ഒറ്റയ്ക്കാണ്, मैं अकेला है, ഞാൻ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്, मैं किस लिए जी रहा हूँ, എന്റെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനമാണ്? मेरी जिंदगी के द्वारा क्या फायदा है. ഇങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ സഹോദരങ്ങളെ? कई प्रकार के ऐसे सोचने वाला कोई है. ഞാൻ ലോകത്തിനൊരു ഭാരമാണോ? मैं दुनिया के लिए एक बोझ है क्या? എന്നെ മനസ്സിലാക്കുന്ന ആരുമില്ല, मुझे समझने वाला कोई भी नहीं है. എന്റെ സങ്കടം അറിയുന്ന ആരുമില്ല. मेरी समस्या को समझने वाला कोई भी नहीं है. ഞാൻ ഒറ്റപ്പെട്ടു പോയൊരു വ്യക്തിയാണ്. मैं अकेलापन महसूस करता हूँ. ആകെ നിങ്ങളുടെ മനസ്സിന്റെ താളം തെറ്റി തകർന്നിരിക്കുന്ന വ്യക്തിയാണോ? पूरी तरह आपका दिल टूटा हुआ अवस्था में क्या? ഇന്ന് രാത്രി യേശു നിന്നോട് പറയുന്നു, आज रात को प्रभु यीशु मसीह आपसे कह रहा है, ആരും നിങ്ങളെ കൈവിട്ടാലും, कोई भी आपको छोड़ देवे, ഈ ലോകത്തിൽ ആരും നിങ്ങളെ इस മനസ്സിലാക്കിയില്ലെങ്കിൽ, दुनिया का कोई भी आपको ना समझ पाए, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവര് ये बोझ उठाने वाले, എന്റെ അടുക്കൽ വരുമെന്ന് അരുളി ചെയ്ത യേശു പറയുന്നു, आप लोग मेरे पास आ जाओ करके बोला हुआ प्रभु यीशु मसीह कह रहा है. നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ, आपकी जिंदगी को बदलाव ले आने वाला, സാഹചര്യത്തെ മാറ്റുവാൻ, आपकी परिस्थिति को बदलने നിങ്ങളെ वाला, ഒരു അത്ഭുത വിഷയമാക്കി മാറ്റുവാൻ, आपको एक चमत्कार बनाने നിങ്ങളെ वाला, പ്രയോജനമുള്ള വ്യക്തിയാക്കി മാറ്റുവാൻ, आपको कामयाबी बनाने നിന്റെ वाला, ഭാവിയെ ധന്യമാക്കി മാറ്റുവാൻ, आपके भविष्य को अच्छा बनाने ഉന്നത वाला, വിദ്യാഭ്യാസവും ജോലിയും നിനക്ക് തരുവാൻ ऊंचा पढ़ाई और बढ़िया नौकरी देने वाला എന്റെ യേശുവിന് കഴിയും. मेरा प्रभु से हो सकता है. തകർന്നിരിക്കുന്ന വ്യക്തികളെ പണിയുന്നവനാണ് എന്റെ കർത്താവ്. वो टूटा हुआ लोगों को बनाने वाला है मेरा परमेश्वर. നമ്മൾ ക്രിസ്തുവിന്റെ സമാധാനം അനുഭവിക്കണമെങ്കിൽ, अगर हम प्रभु की शांति को पाना है तो ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി മാറണം. हम प्रभु के दिल वाला होना है. ക്രിസ്തുവിന്റെ മനസ്സിന്റെ 5 പ്രത്യേകതകൾ പറഞ്ഞ എന്റെ വാക്കുകൾ നിർത്തുവാൻ मैं പോകുകയാണ്. प्रभु की दिल की 5 खास बातों को बोलकर समाप्त कर रहा हूं. യേശുവിന്റെ മനസ്സിന്റെ ഒന്നാമത്തെ പ്രത്യേകത, एक प्रभु यीशु मसीह के दिल की खासियत की पगला, അത് മനസ്സലിയുന്ന ഒരു ഹൃദയത്തിന്റെ ഉടമയാണ്. प्रभु का दिल तरस खाने वाला दिल है. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, आज रात को मेरी आवाज सुनने वाले, ഏതു സാഹചര്യത്തിലും യേശു നമ്മുടെ കൂടെ ഇരിക്കും. भावे आपकी परिस्थितियां कुछ भी होवे. ഞാൻ കേരളത്തിൽ നിന്ന് പഞ്ചാബിലേക്ക് വരുന്നതിന് മുമ്പ് मैं केरला से पंजाब
केरला से पंजाब आने के पगले കേരളത്തിലെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ എനിക്ക് ഫോൺ ये ചെയ്തു. केरला के बड़े राजदल के कई लोग मुझे फोन किया है, എന്നെ കാണുവാൻ എന്റെ ഓഫീസിൽ വന്നു. मुझे देखने के लिए मेरी ऑफिस में आ गए. ഞങ്ങൾ ഒരുപാട് സംഭാഷണങ്ങൾ നടത്തി. हमने कई प्रकार की बातचीत किया है. അവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. वो लोग कई प्रकार की बातें मेरे से किया है. പാസ്റ്റർ ജി, पास्टर जी, എന്ത് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ കൂടെ ഉണ്ടാകും. कोई भी जरूरत है तो हम आपके साथ में होंगे. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും. हम आपके लिए कुछ भी करेंगे. ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. कई प्रकार की प्रॉमिस से उन्होंने किया है. ഇതൊക്കെ മനുഷ്യന്റെ വാക്കുകളാണ്. ये सारे मनुष्य के शब्द हैं. സാഹചര്യങ്ങൾ അനുസരിച്ച് പലതും മാറിപ്പോകും. जैसे परिस्थितियां बदल जाती है, सब कुछ बदल जाता പക്ഷെ है. എന്റെ യേശുവിന്റെ പ്രത്യേകത, लेकिन मेरे प्रभु यीशु मसीह की खासियत यही है, എല്ലാ നാളും നിന്റെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവമാണ്. सदा आपके साथ रहने वाला എന്റെ परमेश्वर. യേശു മനസ്സറിയുന്ന ദൈവമാണ്. मेरा परमेश्वर तरस खाने वाला है. ആര് കൈവിട്ടാലും യേശു കൈവിടത്തില്ല. कोई भी आपको छोड़ दे, प्रभु यीशु मसीह आपको छोड़ता नहीं है. നീ കരയുമ്പോൾ നിന്റെ കൂടെ കരയുന്നവനാണ്. जब आप रोते हैं आपके साथ रोता है. നീ സങ്കടപ്പെടുമ്പോൾ നിന്റെ അടുക്കൽ വരുന്നവനാണ്. जब आप दर्द सहन के साथ रहता है. യേശുവിന്റെ മനസ്സലിവിന്റെ പ്രത്യേകത ഞാൻ പറയട്ടെ. यीशु मसीह की मन की दूसरी बात है, യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ जब प्रभु यीशु मसीह इस धरती ഒരു पर था, കുഷ്ഠരോഗിയായ മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്നു. एक कोटी बीमारी को यीशु के पास लेके आया. പഞ്ചാബിന്റെ സഹോദരങ്ങളെ, पंजाब के भाइयों बहनों, ഒരു കുഷ്ഠരോഗം പിടിച്ച മനുഷ്യൻ, एक गोडी की बीमारी वाली को വിരലുകളെല്ലാം മുറിഞ്ഞുപോയ, उसकी उंगलियां सारी टूट गई हैं. ശരീരത്തിൽ മുഴുവൻ മുറിവുകൾ ഉണ്ടായ, उनके शरीर में पूरा जख्म से भरा हुआ है. മുറിവുകൾ ഉണ്ടായ, उसके शरीर में पूरा जख्म है. രക്തവും നീരുമൊലിക്കുന്ന वो पानी और लघु बग रहे हैं. ഒരു കുഷ്ഠരോഗി നിങ്ങളുടെ അടുക്കൽ വന്നാൽ एक गोडी की बीमारी वाला आपके पास आ गए तो ഞാനും നിങ്ങളും എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? आप और मैं क्या करेंगे? അദ്ദേഹത്തോട് നമുക്കൊരു സഹതാപം ഉണ്ടാകും. हम उसके पास एक तरस आ जाते हैं. നമ്മുടെ പോക്കറ്റിൽ നിന്ന് എന്തെങ്കിലും അദ്ദേഹത്തിന് മണി കൊടുക്കും. हम अपनी जेब से कुछ ना कुछ निकाल के उसको दे देंगे. അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കും. उसको खाना देंगे. നമ്മൾ കുറച്ച് മാറുന്നത് മാത്രമേ हम कुछ दूर खड़े होकर ही അദ്ദേഹത്തോട് हम സംസാരിക്കത്തുള്ളൂ. उससे बातचीत करेंगे. എന്റെ യേശുവിന്റെ പ്രത്യേകത അറിയാമോ? लेकिन मेरे प्रभु यीशु मसीह की खासियत है, ബൈബിൾ പറയുന്നു, बाइबल कह रही है, കുഷ്ഠരോഗിയായ മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ जब गोदी की बीमारी वाला यीशु के पास आया, അവൻ മനസ്സലിഞ്ഞു. वो तरस खाया ആ है, മനുഷ്യനെ തൊട്ടു, उसको छुआया, സൗഖ്യമാകുവാൻ പറഞ്ഞു. उसको बोला चंगे हो जाए. യേശു മനസ്സലിവുള്ള ദൈവമാണ്. मेरा प्रभु यीशु मसीह तरस खाने वाला है, അവൻ നമ്മളെ തൊടുന്ന ദൈവമാണ്. वो हमें छूने वाला परमेश्वर ഇന്ന് है. രാത്രി എന്റെ യേശുവിന്റെ മനസ്സലിവിനായി ഞാൻ നന്ദി आज പറയുകയാണ്. रात को मेरे परमेश्वर की तरस के लिए धन्यवाद हो. യേശുവിന്റെ മനസ്സിന്റെ പ്രത്യേകത, यीशु मसीह की खासियत है, അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. हमारा इंतजामी परमेश्वर है. എത്ര പേർക്ക് ഒരു ആമേൻ പറയാൻ പറ്റും? कितने लोग एक आमीन बोल सकते हैं? ആമേൻ. യേശു കരുതുന്ന ദൈവമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ. अगर आपको पता है मेरा परमेश्वर इंतजामी परमेश्वर है, तो जो आपके आजू बाजू में बैठे हैं उनको कह दीजिए, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കാൻ പോകുകയാണ്. आपकी जिम्मेदारी मेरा परमेश्वर उठाएगा. അവൻ നമുക്ക് വേണ്ടി കരുതുവാൻ പോകുകയാണ്. हमारे लिए इंतजाम करने के നമ്മുടെ लिए കുടുംബത്തിന് വേണ്ടി അവൻ കരുതുവാൻ हमारा പോകുകയാണ്. परिवार के लिए इंतजाम നിന്റെ करेगा. മക്കൾക്ക് വേണ്ടി അവൻ കരുതുവാൻ आपके പോകുകയാണ്. बच्चों के लिए वो इंतजाम നിന്റെ करेगा. സഭയ്ക്ക് വേണ്ടി അവൻ കരുതുവാൻ आपकी പോകുകയാണ്. कलीसिया के लिए वो നിന്റെ इंतजाम ഫ്യൂച്ചറിന് करेगा. വേണ്ടി അവൻ കരുതുവാൻ आपके പോകുകയാണ്. भविष्य के लिए वो നമ്മുടെ करेगा. രാജ്യത്തിന് വേണ്ടി അവൻ കരുതുവാൻ हमारे പോകുകയാണ്. राज्य के लिए वो इंतजामी है. പഞ്ചാബ് സ്റ്റേറ്റിന് വേണ്ടി അവൻ കരുതുവാൻ പോകുകയാണ്. पंजाब स्टेट के लिए इंतजामी परमेश्वर है. ദൈവത്താൽ ആരംഭിക്കപ്പെട്ട ഒരു ശക്തിക്ക് തകർക്കാൻ जो കഴിയത്തില്ല. परमेश्वर से शुरुआत हुआ है उसको कोई भी तोड़ नहीं सकता. കരുതുന്ന ദൈവം നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം, इंतजामी परमेश्वर हमारे साथ रहने के कारण, ദൈവത്തിന്റെ പ്രൊട്ടക്ഷന്റെ കീഴിൽ നമ്മൾ ആയിരിക്കുന്നിടത്തോളം കാലം परमेश्वर की राखी के अंदर हम रहने के ഈ कारण, സുവിശേഷത്തെ നശിപ്പിക്കുവാൻ, ये सुसमाचार को नाश करने के लिए, ദൈവത്തിന്റെ സഭകളെ നശിപ്പിക്കുവാൻ, परमेश्वर की कलीसिया को नाश करने के लिए, ക്രൈസ്തവ പ്രവർത്തനങ്ങളെ നശിപ്പിക്കുവാൻ, मसीह की सेवकाई को नाश करने के മിഷൻ लिए, പ്രവർത്തനങ്ങളെ നശിപ്പിക്കുവാൻ, मिशन सेवकाई को नाश करने के ഇവിടെ लिए, ആരെല്ലാം രംഗത്ത് വന്നാലോ इधर कोई भी आवे, ദൈവത്തിന്റെ കരുതലിന്റെ ഉള്ളിൽ നമ്മളായിരിക്കുമ്പോ परमेश्वर की इंतजाम के अंदर हम रहे तो, ദൈവം അനുവദിക്കാതെ നമ്മളെ തൊടുവാൻ കഴിയത്തില്ല. परमेश्वर की अनुमति के बिना कोई हमें छू तक नहीं सकता. കാരണം നമ്മൾ ദൈവത്തിന്റെ കരുതലിന്റെ ഉള്ളിലാണ്. क्योंकि हम हमारे लिए इंतजामी परमेश्वर है. ബൈബിൾ പറയുന്നു, बाइबल कह रहे हैं യേശുവിന്റെ പ്രസംഗം കേൾക്കുവാൻ यीशु मसीह के प्रचार सुनने के लिए വലിയ ജനക്കൂട്ടം വന്നു. एक बड़ा झुंड आ गए हैं. 3 ദിവസം യേശുവിന്റെ പ്രസംഗം കേട്ടു. 3 दिन यीशु मसीह के प्रचार को सुना है. അവർക്ക് വിശപ്പുണ്ടായി. उनको भूख लगी है. വിവിധ ഗാവുകളിൽ നിന്ന് വന്നവരാണ്. कई प्रकार के गांव से आए हैं. അവർക്ക് തിരിച്ചവരുടെ പിണ്ടികളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക് പോകുവാൻ वापस उन्होंने अपनी पिंड में वापस जाना है. ശക്തിയില്ലാത്ത അവസ്ഥ ഉണ്ടായി. उनको बिल्कुल कमजोर हो गए हैं. യേശു അവർക്ക് വേണ്ടി കരുതി. यीशु उनके लिए इंतजाम किया है. ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കിൾ നടക്കുന്നു. एक असंभव, एक चमत्कार
हुआ है। 5 അപ്പവും 2 മീനും കൊണ്ട് 5 रोटी और 2 मछली से വലിയ പുരുഷാരത്തിന് एक बड़ा झुंड को ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുത്തുന്നു. परमेश्वर की इंतजाम प्रकट हुआ है। യേശുവിന്റെ ഹൃദയത്തിന്റെ പ്രത്യേകത यीशु मसीह की दिल की खासियत അത് है, ഭയപ്പെടാത്ത മനസ്സിന്റെ ഉടമയാണ്. वो कभी डरने नहीं देता है हमें। ആ കർത്താവ് ഇന്ന് രാത്രി നമ്മളോടും പറയുന്നു, आज रात को वही परमेश्वर हमसे कह रहा है, ഭയപ്പെടേണ്ട, आप डरो मत। ഞാൻ ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെ ഇരിക്കും. एक दुनिया के अंत तक मैं तेरे साथ रहूंगा। യേശു യാത്ര ചെയ്ത ബോട്ടിൽ കാറ്റും കോളും ഉണ്ടായപ്പോൾ यीशु जिस किश्ती में सफर किया है, आंधी आ गई, तूफान आ गए हैं, അമ്മ യേശു സമാധാനത്തോടെ കിടന്നുറങ്ങുവാണ്. यीशु मसीह बिल्कुल शांति से सो रहा था। ഇന്ന് രാത്രി ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്തെന്നറിയോ? इस दुनिया की सबसे बड़ा अनुग्रह यही है, അമ്മ BMW കാർ മേടിക്കുന്നതല്ല, BMW कार खरीदना नहीं है, അമ്മ വലിയ വീട് വെക്കുന്നതല്ല, एक बड़ा कोठी बनाना नहीं है, നിങ്ങൾ കുറെ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കുന്നതല്ല, आपके बैंक में थोड़ा बहुत पैसा है वो नहीं है, ഇതൊന്നുമല്ല. ये कुछ भी नहीं है। ബൈബിളിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്തെന്നറിയോ? बाइबल के सबसे बड़ा अनुग्रह क्या है? സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുന്നുവെങ്കിൽ रात को चैन से हम सो पा रहे हैं, അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. वही है सबसे बड़ा अनुग्रह है। അമ്മ സന്തോഷത്തോടെ ഉറങ്ങാൻ പറ്റുന്നുവെങ്കിൽ खुशी से सो पा रहे हैं, അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. वही है सबसे बड़ा अनुग्रह है। യേശു ഇന്ന് രാത്രി വാഗ്ദത്തം ചെയ്യുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് आज रात को प्रभु यीशु मसीह वायदा करने वाला शब्द है। ഭയപ്പെടാതെ നിൽക്കുന്ന ഒരു ഹൃദയമാണ്. आपको बिल्कुल डरने वाला हृदय नहीं है, बिना डरने वाला हृदय। യേശുവിന്റെ ഹൃദയത്തിന്റെ പ്രത്യേകത यीशु मसीह की दिल खासियत है, പ്രോബ്ലങ്ങളെ ഓവർകം ചെയ്യുന്ന ഒരു മനസ്സിന്റെ ഉടമയായിരുന്നു. एक परेशानी को पार करने वाला एक दिल है। സാത്താന്യ പരീക്ഷണങ്ങൾ വന്നപ്പോൾ, ये जब शैतानियां परीक्षाएं आ गई, യേശുവിനെ പ്രൊവോക്ക് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായപ്പോൾ, यीशु मसीह को इनकार करने वाला कई शब्द आ गए, അവന്റെ കൂടെ നടന്ന ശിഷ്യൻ അവനെ ഒറ്റിക്കൊടുത്തപ്പോൾ, वो उसके प्रभु यीशु मसीह के साथ चलने वाला उसको इनकार किया है। യേശു ചെയ്യാത്ത തെറ്റ് അവന്റെ മേൽ അടിച്ചേൽപ്പിച്ചു. यीशु ने जो नहीं किया है वो इल्जाम यीशु के ऊपर लगाया। ക്രൂശ് ചുമക്കേണ്ടി വന്നപ്പോൾ, यीशु मसीह ने क्रूस उठाया है, അവന്റെ വിലാപുരത്ത് കുന്തം കൊണ്ട് കുത്തിയപ്പോൾ, उसकी पसली में बाले से टोका है, യേശുവിന്റെ തലയിൽ മുറുക്കിയിടം വെച്ചപ്പോൾ, यीशु मसीह के सिर पर कांटे के मुकुट रख लिया, യേശുവിന്റെ കൈകളിൽ ആണി അടിച്ചപ്പോൾ, यीशु मसीह के हाथों में कील ठोक लिया ഓ है, യേശുവിന്റെ കാലുകളിൽ ആണി അടിച്ചപ്പോൾ, यीशु मसीह के पैरों में कील ठोका है। എല്ലാവരും ക്രൂശിൽ അവനെ തള്ളി പറഞ്ഞപ്പോൾ, सभी लोग क्रूस में उसको इनकार किया है, പ്രശ്നങ്ങളെ അവൻ മാഗ്നിഫൈ ചെയ്തില്ല, वो समस्या को बढ़ा करके नहीं देखा है, പ്രശ്നങ്ങളെ അവൻ വലുതാക്കി കണ്ടില്ല. वो समस्या को बढ़ा करके देखा नहीं है, ശാന്തമായ ഒരു മനസ്സിന്റെ ഉടമയായിരുന്നു. एक बड़ा शांति की दिल वाला था। പിതാവിന്റെ മുഖത്തേക്ക് നോക്കുക, उसने अपने पिता की चेहरे की ओर देखा है, സ്വർഗത്തിലേക്ക് നോക്കുക. उसकी आंखें स्वर्ग की ओर देखी है। അമ്മേ, ഒരു ശാന്തതയുള്ള ഹൃദയത്തിനുടമയായിരുന്നു യേശു. एक शांति की दिल वाला था प्रभु यीशु मसीह। ഇന്ന് രാത്രി എന്റെ സഹോദരി സഹോദരന്മാരെ, आज रात को मेरे प्रिय भाइयों और बहनों, യേശു നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന प्रभु ദൈവമാണ്. यीशु मसीह आपके लिए और मेरे लिए चमत्कार करने നിങ്ങളെ वाला യേശു സ്നേഹിക്കുന്നു. है। आपसे प्रभु यीशु मसीह प्यार നിങ്ങളുടെ करता है, ജീവിതത്തെ മാറ്റം വരുത്തുവാൻ എന്റെ കർത്താവിന് आपकी കഴിയും. जिंदगी को बदल सकता है। പ്രിയപ്പെട്ട എന്റെ ജ്യേഷ്ഠ സഹോദരന്മാരായ പഞ്ചാബിലെ പാസ്റ്റേഴ്സ്, इधर पंजाब के मेरे बड़े भाई के जैसे पास लोग, കഴിഞ്ഞ ദിവസം ഞാൻ ഇന്റർനാഷണൽ സയൻസ് അസംബ്ലിയുടെ പാസ്റ്റേഴ്സ് മീറ്റിംഗിൽ പറഞ്ഞതുപോലെ, पिछले दिनों में इंटरनेशनल सियोन असेंबली की पास्टर्स मीटिंग में मैंने बता दिया, നമ്മൾ ഒരു സർക്കിളിന്റെ അകത്ത് ഒതുങ്ങേണ്ടവരല്ല. हम एक सीमा के अंदर रहने वाला नहीं है। അയ്യോ, ഇനി എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല, आगे मेरे से कुछ होता नहीं है, എന്റെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു പോയി, आगे मेरे आंखों की रोशनी कम हो गई, എന്റെ തലമുടി നരച്ചു പോയി, मेरे बाल सारे चिट्टे हो गए, എനിക്ക് ആരോഗ്യം കുറഞ്ഞു പോയി, अभी मैं कमजोर हो गया है, എന്റെ സമയമെല്ലാം കഴിഞ്ഞു, अभी मेरे समय सारे लंघ गए हैं, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, अभी मैंने मदद करने के लिए कोई नहीं എന്റെ है, കൂടെ നിൽക്കാൻ ആളില്ല, मेरे साथ देने के लिए कोई नहीं ഞാൻ है, ഇങ്ങനെ അങ്ങ് ജീവിച്ചോളാം. आगे मैं इतना ही रहना है। നിങ്ങൾ സ്വയം ചെറുതാകാതെ तुसी अपने आप को छोटा ना समझो। ഇന്ന് രാത്രി വലിയ സ്വപ്നങ്ങൾ നിങ്ങൾ കാണുക. आज रात को बड़े बड़े स्वप्नों को देखो। ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. परमेश्वर आपको चाहता है। ദൈവത്തിന്റെ സഭയ്ക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. परमेश्वर की कलीसिया की आपकी जरूरत ഇന്ത്യ है। മഹാരാജ്യത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. इंडिया आपको चाहते हैं। ധൈര്യത്തോടെ മുന്നോട്ട് നമുക്ക് വരാൻ തയ്യാറാണെങ്കിൽ, दिलेरी के साथ हम आगे आइए। ആമേൻ, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാൻ മനസ്സുള്ളവരാണെങ്കിൽ, परमेश्वर के राज्य के लिए खड़े होने वालों में ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്ത് മാറ്റാൻ കഴിയും. प्रभु यीशु मसीह आपके लिए एक दिन के अंदर चमत्कार करके आपकी परिस्थितियों को बदल പേടിച്ചു പുറകോട്ട് പോയവരുടെ ചരിത്രം പരിശോധിക്കൂ. ये डर के पीछे गया हुआ इतिहास, നിരാശപ്പെട്ടവരുടെ ചരിത്രം പരിശോധിക്കൂ. निराश किया हुआ इतिहासों को पढ़ के സ്വയം നിരാശപ്പെട്ട് തകർന്നവരുടെ ചരിത്രം പരിശോധിക്കൂ. स्वयं निराश होकर टूटा हुआ व्यक्तियों को देखो।
അവരെല്ലാം വട്ടപൂജ്യമായിരുന്നു. वो सारे जीरो हो गए थे. പക്ഷെ ഒരു ദാനിയേൽ പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ, लेकिन एक दानिയേल जब प्रार्थना करना शुरू किया है, സിംഹത്തിന്റെ ഗുഹയെ ഭയപ്പെടാതെ വന്നപ്പോ शेर की गुफा से बिल्कुल डरा नहीं है. ദൈവം അവനെ രാജ്യത്തിന്റെ പുന്നത സ്ഥാനങ്ങളിൽ ഉയർത്തി. परमेश्वर ने राज्य के ऊंचे स्थान में उसको लेके आया. തീയുടെ ശക്തി കണ്ട് ഭയപ്പെടാതെ ശദ്രക് മേശക് അബേദ്നെഗോ आग की पट्टी की ज्वाले को देखकर डरा नहीं है. शद्रक मेशक अबेदnego രാജ്യത്തിന്റെ ഏറ്റവും ഉന്നതരായി തീരുവാനിടയായി. राज्य के ऊंचे स्थान में खुदा उसको लेके आया. നെഹമ്യാവ് ആലയത്തിന്റെ പണിക്ക് വേണ്ടി വന്നു. नेहम्या परमेश्वर के भवन के काम के लिए आया. ജോസഫ് ഏറ്റവും പ്രധാന വ്യക്തിയായി വാഴുവാനിടയായി. यूसुफ सबसे एक खास व्यक्ति बन के रहा है. ഇന്ന് രാത്രി സ്വപ്നങ്ങളുള്ളവരായി തീരുക. आज रात को स्वप्नों को देखने वाला हो. പ്രതീക്ഷകളുള്ളവരായി തീരുക. बड़े उम्मीदें होने वाला होवे. ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ കഴിയും. परमेश्वर हमें इस्तेमाल कर सकता है. നിങ്ങളെ കർത്താവിനെ അനുഗ്രഹിക്കുവാൻ കഴിയും. खुदा आपको अनुग्रह देना चाहते हैं. ക്രിസ്തുവിന്റെ സമാധാനത്തിൽ നിങ്ങൾ വാഴുക. परमेश्वर की शांति में आप लोग लगे रहे. യേശു നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. प्रभु यीशु मसीह हमारी दुआओं को सुनने वाला. ഈ ലോകത്ത് നമ്മളെ രക്ഷിക്കാൻ കഴിവുള്ള ഏക മാർഗം സുവിശേഷം യേശു ക്രിസ്തു മാത്രമാണ്. इस दुनिया में हमें बचाने वाला सिर्फ एक ही मार्ग है, वो प्रभु यीशु मसीह है. മറ്റൊരുത്തൻ രക്ഷയില്ല. രക്ഷിക്കപ്പെടുക ഏക നാമം യേശു എന്ന നാമമാണ്. उद्धार पाने के लिए और कोई मार्ग नहीं है. उद्धार पाने के लिए एक ही नाम है, प्रभु यीशु मसीह के नाम है. യേശുവിന്റെ നാമത്തിലുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ प्रभु പോകുകയാണ്. यीशु मसीह ने दिया हुआ अधिकार के अनुसार मैं आपके लिए प्रार्थना करना चाहता പാസ്റ്റർ ജോയൽ കം അമേ സ്തോത്രം. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് हूं. നിന്നാട്ടെ. हम सभी अपने स्थानों में खड़े हो जाइए. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് हम നിന്നാട്ടെ. सभी अपने स्थानों में खड़े हो അമേ जाइए. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. हम सभी इकट्ठे प्रार्थना करने के लिए जा रहे हैं. അമേ കർത്താവിന്റെ കരങ്ങൾ നമ്മൾ ഏൽപ്പിക്കുവാൻ പോകുകയാണ്. सभी अपने आप को खुदा के हाथ में समर्पण करने के लिए जा रहे പഞ്ചാബ് സ്റ്റേറ്റിനെ നമ്മൾ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് हैं. പ്രാർത്ഥിക്കാൻ पंजाब പോകുകയാണ്. की स्टेट को खुदा के हाथ में समर्पण करने के लिए. ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. इंडिया की 28 स्टेट के लिए प्रार्थना करने के लिए जा रहे हैं. ലോക്സഭയിൽ തിരഞ്ഞെടുപ്പ് ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. लोकसभा की इलेक्शन चल रही है. നീതിയുള്ള ഒരു ഇലക്ഷൻ നടക്കുവാൻ, एक धार्मिक दाई के साथ एक इलेक्शन होने के लिए. ഇലക്ഷൻ സംവിധാനങ്ങൾ അട്ടിമറിക്കപ്പെടാതിരിക്കുവാൻ, इलेक्शन में कोई गड़बड़ी ना होवे. പ്രോപ്പർ വേയിൽ വോട്ടിംഗ് നടക്കുവാൻ, सही रीति से वोटिंग होने के लिए. ദൈവത്തിന്റെ നീതി നമ്മുടെ രാജ്യത്ത് വെളിപ്പെടുവാൻ परमेश्वर की धार्मिकता हमारे राज्य में ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. आज रात को हम प्रार्थना करने के लिए जा रहे हैं. യേശുവിന്റെ മഹത്വം നമ്മുടെ രാജ്യത്ത് ഉയർന്നു നിൽക്കട്ടെ. यीशु मसीह की महिमा हमारे देश में होवे. സുവിശേഷത്തിന്റെ ശക്തി നമ്മുടെ രാജ്യത്ത് ഉയർന്നു നിൽക്കട്ടെ. सुसमाचार के सामर्थ्य हमारे देश में होवे. അമേ ഒരു നിമിഷം നിങ്ങൾ അമേ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. एक पल सभी अपने हाथों को उठा के प्रार्थना करिए. അമേ ആദരണീയനായ സാമുവൽ സോണിക്ക് വേണ്ടി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. आदरणीय प्रभु की दास पास्टर स्वामुएल सोनी के लिए धन्यवाद. അമേ ഇന്ന് രാത്രി നമുക്ക് മറ്റൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. आज रात को हम और उनके लिए और कुछ भी नहीं कर सकते. സ്വർഗത്തിന്റെ ആശീർവാദത്തിന്റെ കരം തന്നെ മേൽ വയ്ക്കട്ടെ. परमेश्वर के अनुग्रह की हाथ उनके ऊपर होवे. ദൈവത്തിന്റെ ദൂതന്മാർ അദ്ദേഹത്തിന്റെ യാത്രയിൽ പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തട്ടെ. उनके सफर में स्वर्गीय दूत उनको प्रोटेक्शन करे. ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ परमेश्वर की इच्छा है तो ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളിലേക്ക് इंडिया के महाराज्य में ആമേ പ്രിയപ്പെട്ടവനെ കൊണ്ടുവരുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. परमेश्वर एक मेंबर के रूप में उसको लेकर അനവധി സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് कई प्रकार के सुसमाचार की सेवाई के लिए സത്യവേദ പുസ്തകത്തെ ഉയർത്തിപ്പിടിക്കുക. अच्छा परमेश्वर को वचन के उठाने के लिए ധീര പോരാളിയായി एक अच्छा योद्धा के समान പ്രിയപ്പെട്ടവനെ നീ ഉപയോഗിക്കട്ടെ. परमेश्वर उसको इस्तेमाल करे. ഇന്ന് രാത്രി എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ചോട്ടെ. अपने हाथों को उठा के रखिए. ഓ നമ്മളൊരു ആമേ അല്പനിമിഷം ദൈവത്തെ ആരാധിച്ചതിന് ശേഷം പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. हम थोड़ी देर आराधना करने के बाद हम प्रार्थना करने അഭിഷേകത്തോടെ ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കുവാൻ हम പോകുകയാണ്. अभिषेक के साथ प्रार्थना करने के लिए जा ഇന്ന് रहे हैं. രാത്രി സ്പെഷ്യൽ പ്രയർ ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ आज किसी को अगर खास प्रार्थना की जरूरत है, എനിക്കൊരു ദൈവത്തിന്റെ ആമേൻ ഒരു ടച്ചിങ് ഇന്ന് രാത്രി വേണം. आज मुझे खुद छूना है. ഇന്ന് രാത്രി എനിക്ക് രോഗശാന്തി വേണം. आज मेरी रोगी से मेरे എന്റെ बीमारी കുടുംബം തകർന്നു പോയതാണ്. मेरा परिवार तो टूटा हुआ है. എന്റെ തലമുറ നഷ്ടപ്പെട്ടു പോയതാണ്. मेरा पीढ़ी तो मेरे से चले गई है. രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. रात को मुझे नींद नहीं आ रही ഞാൻ है. ആകെ അസ്വസ്ഥനായ വ്യക്തിയാണ്. मैं बिल्कुल अशांति से बैठा हूं. യേശുവേ എന്നെ രക്ഷിക്കണമേ. यीशु आप मुझे बचा लीजिए. ഇന്ന് രാത്രി എങ്ങനെ സ്പെഷ്യൽ പ്രയർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ अगर ऐसे किसी को खास प्रार्थना की जरूरत है, ഈ പാട്ടുപാടി ഇവിടെ ആരാധന നടക്കുന്ന സമയത്ത് जब ये गीत गाकर आराधना करने के समय ഞാനൊരു ഹംബിൾ റിക്വസ്റ്റ് നിങ്ങളോട് പറയുകയാണ്. मैं आपसे एक नम्रताई के साथ एक बात അന്ന് बोलूं. പാസ്റ്റർ വില്യം അന്ന് ഈ മീറ്റിംഗിന്റെ സംഘാടകരായ വോളണ്ടിയേഴ്സ് ये जो मीटिंग आयोजन किया हुआ लोग അങ്ങനെ സ്പെഷ്യൽ പ്രാർത്ഥന ആവശ്യമുള്ളവരെ ദയവായി മുന്നിൽ വരുവാൻ അനുവദിച്ചാട്ടെ. जिनको खास प्रार्थना की जरूरत है वो लोग आगे आ सकते हैं. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകമായി നിങ്ങളെ ആമേൻ നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാൻ പോകുന്നു. उनके लिए मैं उनकी सिर पर हाथ रख के दुआ करांगा. കർത്താവ്
കർത്താവ് ഇന്ന് രാത്രി നമ്മളെ തൊട്ട് അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. आज रात को प्रभु यीशु मसीह में छू के चंगाई ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി ഇവിടെ മഴ പോലെ പെയ്യുകയാണ്. आज रात को परमेश्वर की महिमा एक बारिश के ദൈവത്തിന്റെ സ്പർശനം ഇന്ന് രാത്രി ഇവിടെ ഉണ്ടാകാൻ പോകുന്നു. आज कई लोगों को परमेश्वर छूना चाहते हैं. എല്ലാവരും കേരള ടീം ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. केरला से आया हुआ सभी लोग इकट्ठे അന്യ ഭാഷകളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. अन्य भाषा में प्रार्थना करें. അഭിഷേകത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. अभिषेक के साथ प्रार्थना അവരെ करें. സ്പെഷ്യൽ പ്രാർത്ഥന ആവശ്യമുള്ളവർ മുന്നിലേക്ക് വരാം. जिनको जरूरी प्रार्थना चाहिए ഓ वो लोग आगे आ सकते हैं. ജീസസ്. डरो मत चुपचाप खड़े रहो, खुदा की नजात के काम देखो। डरो मत चुपचाप खड़े रहो, खुदा की नजात के काम देखो। खुदा की नजात के काम देखो, खुदा की नजात के खुदा की नजात के काम देखो, खुदा की नजात के काम देखो। चुपचाप तुम खड़े रहो, डरो मत चुपचाप खड़े रहो, खुदा की नजात के काम देखो। डरो मत चुपचाप खड़े रहो, खुदा की नजात के काम देखो। काम देखो, 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 काम देखो। डरो मत चुपचाप खड़े रहो, खुदा की नजात के सत्य है। डरो मत चुपचाप खड़े रहो, खुदा की नजात के काम देखो। पूर्वी हवाएं जब चलती हैं, खुश्क जमीन हो जाती है। पूर्वी हवाएं जब चलती हैं, खुश्क जमीन हो जाती है। पानियों का ढेर लग जाता है, ऊंची दीवार बन जाती है। पानियों का ढेर लग जाता है, ऊंची दीवार बन जाती है। तो डरो मत चुपचाप खड़े रहो, खुदा की नजात के काम देखो। डरो मत चुपचाप खड़े रहो, खुदा की नजात के काम देखो। डरो मत चुपचाप खड़े रहो, खुदा की नजात के काम देखो। डरो मत चुपचाप खड़े रहो, खुदा की नजात के काम देखो। नजर पे मदद देगा, यीशु के प्यार में मकर की कमाल। नजर पे यीशु के प्यार में मकर की कमाल। तेरे लहरिया में सामने में जिंचारेगा, तेरे लहरिया में सामने में जिंचारेगा। जेड़ा इथों तक लेके आया, तेरी लेके जाएगा। तेरा इथों तक लेके आया, तेरी लेके जाएगा। इथों तक लेके आया, तेरी लेके जाएगा। लड़िए निकल लेके हरिया, के तेरा लड़ा होने वाला है। लड़िए निकल लेके हरिया, के तेरा लड़ा होने वाला है। तेरा लड़ा होने वाला, 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 तेरा लड़ा होने वाला। दुआ का योद्धा बना दे, दुआ का योद्धा बना दे, दुआ का योद्धा बना दे। तेरे बचने दिल खुदा, तेरे बचने दिल खुदा, हथ तलवार बना दे। दुआ का योद्धा बना दे, दुआ का योद्धा बना दे, दुआ का योद्धा बना दे। दूर दर्दी का मदद रहेंगे, दर्दी का मदद रहेंगे, दूर दर्दी
यीशु यीशु कहेंगे, जो 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 यीशु यीशु कहेंगे। चुपचाप खड़े रहो, खुदा की नज़ात के काम देखो। चुपचाप खड़े रहो, खुदा की नज़ात के काम देखो। चुपचाप खड़े रहो, खुदा की नज़ात के काम देखो। खुदा की नज़ात के काम देखो। रूह प्यारा ना मुहाज लड़ी दे, हंसते यहोवा दे अखून करी दे। रूह प्यारा ना मुहाज लड़ी दे, हंसते यहोवा दे अखून करी दे। चुप मेरी चुप मेरी यीशु नाम विच होने चुप मेरी, चुप मेरी चुप मेरी यीशु नाम विच होने चुप मेरी। मेरा जिंदा खुदा मैनू दे दे, मेरा कादिर खुदा मैनू दे दे, मेरा जिंदा खुदा मैनू दे दे। तो नाम विच मिलदी दलेरी, चुप मेरी चुप मेरी, तो नाम विच मिलदी दलेरी, चुप मेरी चुप मेरी, चुप मेरी चुप मेरी यीशु नाम विच होनी चुप मेरी। चुप मेरी चुप मेरी यीशु नाम विच होनी चुप मेरी। चुप मेरी चुप मेरी यीशु नाम विच होनी चुप मेरी। चुप मेरी चुप मेरी यीशु नाम विच होनी चुप मेरी। दिल खोल अज यीशु जी दे गीत गावांगा, ओदी कीती भले आई सब नूं सुणावांगा, ओदी कीती भले आई सब नूं सुणावांगा। बंदे रोकांगे अज सारे टुट जाणगे, बंदे रोकांगे अज सारे टुट जाणगे। रूहे पाक वाली चली जो हनोरी, चुप मेरी चुप मेरी यीशु नाम विच होनी चुप मेरी। चुप मेरी चुप मेरी यीशु नाम विच होनी चुप मेरी। मेरी चुप मेरी यीशु नाम विच होनी चुप मेरी। चुप मेरी चुप मेरी यीशु नाम विच होनी चुप मेरी। मेरा जिंदा खुदा मैनू देंदा, मेरा कादिर खुदा मैनू देंदा, मेरा जिंदा खुदा मैनू देंदा, तेरे नाम विच